ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ആണോ? കർത്താവിൻ്റെ വലിയ സ്നേഹവും സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ള ഇന്നലെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ താമസിച്ച് പോയായിരുന്നു. പക്ഷേ ലാസ്റ്റ് വിളിച്ചായിരുന്നു. ഹല്ലേലൂയ. കുട്ടികൾക്കെല്ലാം വരുന്ന കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഇത് നമ്മുടെ ആ ടി വി കാണുന്ന അച്ഛനല്ലേ? ചെറിയ പിള്ളേർ ചോദിക്കുകയാണ്. പിള്ളേർക്ക് വലിയ സ്നേഹമല്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളിൽ തിങ്കളാഴ്ച ദിവസമാണല്ലോ, തിങ്കളാഴ്ച തന്നെയാണല്ലോ അല്ലേ ദിവസങ്ങൾ. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു നന്മറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിച്ച് അവസാനത്തിൽ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരാശീർവാദം കർത്താവിൻ്റെ പക്കൽ നിന്ന് സ്വീകരിക്കാം. എത്രയോ പേരുടെ പ്രാർത്ഥന നിയോഗങ്ങളാണ് വരുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഫലദായകമാകുന്നത് കൊണ്ടാണല്ലോ പല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമുക്ക് ഒരു നിയോഗമുണ്ട് എന്നാണ്. പൗലോസിലെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, എഫേഷ്യൻ ചാപ്റ്റർ 1:11. നമുക്കൊരു നിയോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മെ അവനിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. നല്ലൊരു വചനമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട, ഈ ലോകത്തിലെല്ലാം കർത്താവിൻ്റെ ഹിതം അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ഹിതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. ഈ ദൈവത്തിൻ്റെ ഹിതം എല്ലാം കൂടി ചേരുന്നതാണ് പദ്ധതി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവഹിതമാണെന്നുള്ള ധാരണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എല്ലാം കൂടെ കൂട്ടി വയ്ക്കുന്നതാണ് അല്ലേ ദൈവത്തിൻ്റെ പദ്ധതി. സിമ്പിൾ ഭാഷയിൽ പറയുന്നതാണ് കേട്ടോ, വലിയ തിയോളജിക്കലായിട്ട് ചിന്തിക്കരുത്, സിമ്പിൾ ഭാഷയിലാണ്. എന്നിട്ട് അപ്പോൾ എല്ലാം തൻ്റെ ഹിതം അനുസരിച്ചാണ് പൂർത്തിയാക്കുന്നത്. അവിടെ തൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മളെ ഓരോരുത്തരെയും അല്ലേ ചെയ്ത കാര്യം എന്താ? ഈശോ മിശിഹായിൽ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പട്ടാളത്തിൽ ആളെ എടുക്കുന്നത് യുദ്ധം ഉണ്ടാകുന്ന സമയത്തല്ലല്ലോ അല്ലേ. പിന്നെ നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളത്തെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. യുദ്ധമോ പ്രശ്നങ്ങളോ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ആ സമയത്തേക്ക് അങ്ങോട്ട് പുറപ്പെടുക എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്തെ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവിനെ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് ഈ സമയത്ത് ഇപ്പം അങ്ങ് സംഭവിച്ചു. എത്രയും മുൻകൂട്ടി കർത്താവ് ഒരുങ്ങി വെച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെറുതെ അങ്ങ് ജീവിച്ചു പോയാൽ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണോ നിയോഗിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് ഈശോ പറയുന്ന ഒരു കാര്യം ഓർക്കുന്നത്, ഞാൻ പിതാവിൽ നിന്ന് കാണുന്നതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഈശോ പറയുക, പിതാവിൽ നിന്ന് ശ്രവിക്കുന്നതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. യോഹന്നാൻ 5 നിങ്ങൾക്ക് അതിൻ്റെ വചനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചു പോകുന്നവരെ നമുക്കൊരു ദൈവത്തിൻ്റെ ഹിതമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനുണ്ട്. നമുക്കൊരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലീഹ അതുപോലെ നിയോഗിച്ചിരിക്കുക. അത് ആ സമയത്തിന് വേണ്ടി എത്രയോ നാളുകൾക്ക് മുമ്പേ ദൈവം ഒരുക്കിയതാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ പ്രാർത്ഥനയിലൂടെ ഈ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കുറച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വചനം നമ്മുടെ ഉള്ളിൽ തന്നെ മാംസം ധരിച്ച് ആ ഒരു ചാലിലേക്ക് നമ്മൾ വരും. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം, നന്നായി സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നന്നായി സ്തുതിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, കർത്താവ് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം പദ്ധതി കർത്താവ് മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ചെയ്യാനുള്ള പ്രത്യേകമായ ഒരു അഭിഷേകവും കൃപയും ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ശരിഞ്ഞ ദുഷ്ടാരൂപം ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിലേക്ക് ആട്ടിപ്പായി. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഏതെങ്കിലും കർത്താവ് പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഒറ്റയ്ക്കല്ലാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ 10,000 ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആശീർവാദം അവരുടെ മേൽ വന്ന് പതിയട്ടെ. കർത്താവേ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ.
കർത്താവെ നിയോഗങ്ങളെല്ലാം നടന്നു സാക്ഷ്യപ്പെടുന്ന ഇടവരട്ടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.